നമസ്കാരം. കേരള സർക്കാരിന്റെ നൈപുണ്യ വികസന പദ്ധതിയായ അഡീഷണൽ സ്കിൽ ആക്വിസിഷൻ പ്രോഗ്രാം അഥവാ അസാപ്പിന്റെ ഓൺലൈൻ സ്കിൽ സീരീസ് ആയ സ്കിൽ ടോക്സിലേക്ക് സ്വാഗതം. സിനിമാ പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് അസാപ്പിംഗ് ഒരു സ്കിൽ സീരീസ് ആരംഭിച്ചിരിക്കുന്നത്. സാർ, ഇപ്പം സാറിന് ആദ്യ സിനിമയായിരുന്നു പാസഞ്ചർ. അത് വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ടു, വളരെയധികം പ്രേക്ഷക പ്രശംസയും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു പാസഞ്ചർ. അതൊരു സോഷ്യൽ മെസ്സേജ് ഉൾപ്പെടെയുള്ളൊരു സിനിമയായിരുന്നു. അതിനുശേഷമാണ് അർജുനൻ സാക്ഷി വരുന്നത്. അർജുനൻ സാക്ഷിയും ഇതുപോലെ സംസാരിക്കുന്ന വളരെ സോഷ്യൽ മെസ്സേജും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട് സംസാരിക്കുന്ന സിനിമയായിരുന്നു. എന്നാൽ അത് ആ സമയത്ത് റിലീസായ സമയത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിനുശേഷം ആ സിനിമയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. ആ സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടുന്നു, ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു ആ സിനിമ. അതുപോലെ തന്നെയാണ് രാമന്റെ ഏതും തൊട്ടും ആ സിനിമയും പിന്നീടാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പൊ സാറ് ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമ റിലീസ് ആവുന്ന സമയത്ത് വേണ്ടത്ര സ്വീകരിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ പെട്ടിട്ടില്ല, അതിനുശേഷം ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് അത് എന്തുകൊണ്ടായിരിക്കും ആ സമയത്ത് അത് സ്വീകരിക്കപ്പെടാതിരിക്കുകയും പിന്നീട് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനെ പറ്റിയിട്ട് സാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ പറ്റിയിട്ട് അത് എന്തായിരിക്കും കാരണം എന്നുള്ളത്? അതിൽ നമ്മൾ അഭിരമിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പരാജയമാണ്. എനിക്കൊരു സിനിമ തിയേറ്ററിൽ എടുത്ത് എനിക്ക് വിജയിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ പരാജയമാണ്. ആ സിനിമ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുന്നതിൽ ഒരു കാര്യമില്ല. ഇറ്റ്സ് എ ഫെയിലിയർ, ഇറ്റ്സ് മൈ ഫെയിലിയർ. അക്സെപ്റ്റ് ചെയ്യുക, നമുക്ക് മുന്നോട്ട് പോവാം. അല്ലാതെ ഇത് അവിടെ ഓടി അപ്പോൾ അത് പ്രേക്ഷകരുടെ കുറ്റമാണ്, പിന്നീട് തെരഞ്ഞെടുത്തു നിങ്ങൾക്ക് എന്താണ് ഈ സിനിമ വേണ്ടത്, അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ മണ്ടനാണ്. അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അർജുനൻ സാക്ഷി വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനാ സിനിമയിൽ കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. ആ കുഴപ്പങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഓവർ കോൺഫിഡൻസ്, ഇപ്പൊ ഞാൻ ആ സിനിമ ചെയ്തിരുന്നെങ്കിൽ ആ സിനിമ ഒരു വിജയിക്കുന്ന സിനിമയായിട്ട് ഒരുപക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറ്റുമായിരുന്നു. അന്ന് ഒരുപക്ഷെ എനിക്കുണ്ടായിരുന്ന ഒരു ഓവർ കോൺഫിഡൻസ്, അങ്ങനെ അതിന്റെ ക്ലൈമാക്സ് പോർഷൻസ് ആക്ച്വലി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അത് സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് വൈസ് ലിമിറ്റേഷൻസ് ഒക്കെ വന്നപ്പോൾ എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസിൽ ഇത്ര നല്ലതാണല്ലോ അപ്പോൾ വർക്കാവും എന്നത് പ്രേക്ഷകൻ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ്, വളരെ ബുദ്ധിയുള്ളവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ടൊരു സിനിമ എടുത്താൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചേക്കാൻ പറ്റൂ. അതായത് ഞാൻ പ്രേക്ഷകന്റെ വളരെ മുകളിലാണ്, അവരും മണ്ടന്മാരാണ്, ഞാൻ എടുക്കുന്നത് കണ്ടോളും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ പാഠം പെട്ടെന്ന് പഠിക്കുകയും വേണം. അപ്പം എന്തുകൊണ്ട് അത് പിന്നീട് ഇപ്പൊ രാമന്റെ തോട്ടത്തിൽ എനിക്കറിയാമായിരുന്നു ആ സിനിമ, വൺ ഫിലിം വിച്ച് ഐ ന്യൂ ദാറ്റ് വിൽ നോട്ട് വർക്ക്. അത് ഞാൻ പറഞ്ഞു, രാമന്റെ അതുകൊണ്ട് ഇത്ര കളക്ഷൻ കിട്ടും ഞാൻ എഴുതി വെച്ചിരുന്നു. അത്ര കളക്ഷൻ അതിന് കിട്ടിയിരുന്നു. വാൽമീകും ഇത്ര കളക്ഷൻ വരും, ദാറ്റ്സ് ഫൈൻ, അത്ര അതിന് വരുള്ളൂ. പ്രേതം അത്ര പേര് ഞാൻ വിചാരിച്ചാലും വളരെ മോളിൽ പോയി ആ സിനിമ. ഈവൻ പുണ്യാളൻ 2 ആണ് ഞാൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള സിനിമ. ബിക്കോസ് അത് ഓരോ വർഷം കഴിയുന്നവരും കൂടുതൽ ടിക്കറ്റ് റേറ്റ്സ് അതൊക്കെയുണ്ട്, കൂടുതൽ തിയേറ്റേഴ്സ്, അതെല്ലാം അതിന്റെ കാരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ അതിന് റിയസസ് ചെയ്യുമല്ലോ. ഈ പണം കിട്ടിയെന്ന് പറഞ്ഞ് ഇത് കൊണ്ടുപോയി എവിടെയും വെക്കാതുള്ള അതല്ല. നമ്മൾക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ പണം എന്ന് എനിക്ക് കുറച്ചു കാലം മുമ്പേ പണത്തിനോടുള്ളൊരു പ്രോബ്ലം എൻ്റെ അവസാനിച്ചിരുന്നു. ബിക്കോസ് ഐ ആം ലക്കി ദാറ്റ് ഐ ഗോട്ട് ടു മേക്ക് ഫിലിംസ് and I've made money from films. അപ്പം എനിക്ക് പണത്തിന് വേണ്ടി സിനിമ ചെയ്യേണ്ട കാര്യമില്ല, 2-3 വർഷമായിട്ടില്ല. So I made enough money from films. അപ്പൊ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഞാനിപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ അനുസരിച്ച് ദിസ് ഇസ് ഫൈൻ, അത്രയൊക്കെ ആവശ്യമുള്ളൂ. അപ്പം ഒരു സിനിമയിൽ ഇത്ര കിട്ടണമെങ്കിൽ ആ പൈസ കൊണ്ട് മറ്റേ കാർ വാങ്ങിക്കണം, അതല്ല, ഡെല്ലി വാങ്ങിക്കണം എന്നുള്ളതല്ല. ദാറ്റ് ഈസ് ദ മോട്ടീവ് ബിഹൈൻഡ് ദാറ്റ് ഫിലിം. ഇത് കിട്ടണം എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ മാത്രമേ സിനിമ സക്സസ്ഫുൾ ആവുന്നുള്ളൂ. അപ്പം അത് കിട്ടിയില്ലെന്നത് പരാജയമാണ്, അത് എന്റെ പരാജയമാണ്. ഇതിലെന്താ അറിയോ, എവറി ഫിലിം ഞാൻ പറയില്ല, ഓരോ പീരീഡ് ഓഫ് ടൈം ഓരോ കലാകാരനും, പ്രത്യേകിച്ച് സിനിമ പോലത്തെ മാധ്യമത്തിൽ they have to reinvent themselves. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ 10 വർഷം മുമ്പ് ചെയ്തു പാസഞ്ചറായിട്ട് വന്നു, അന്ന് ഞാൻ പുതിയതായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറെ സിനിമ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. Now it's a time when I have to reinvent. ഇപ്പോൾ കമല ആക്ച്വലി വാസ് an effort. എനിക്ക് വളരെ സേഫ് ആയിട്ട് കുറേ താരങ്ങളെ വെച്ചിട്ട് അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ സിനിമകൾ സേഫ് ആയിട്ട് ചെയ്യാനും അതിനൊരു കളക്ഷൻ കിട്ടുന്ന പരിപാടി എനിക്ക് ആ പരിപാടി പഠിക്കുകയും എനിക്കത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൂടെ എത്തിയിരുന്നു. സോ കമല വാസ് an attempt at reinventing myself which did not work. സോ അതുകൊണ്ട് നിരാശപ്പെടുന്ന അർത്ഥം I will try again because that is the only way to move forward. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം എനിക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും? ഇപ്പോൾ ഒരെണ്ണം ചെയ്യാം, ഒന്നാളൊരെണ്ണം ചെയ്യാം. അതിൽ ഇത് സത്യസന്ധമായിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സാധനമാണ്. ഈവൻ കമല തന്നെ
എനിക്ക് ആ റോളിൽ ഒരു വലിയ നടീനെ, മറ്റേ സാജു അഭിനയിച്ച റോളിൽ വലിയൊരു നടനെയും ഇട്ട് സിനിമ ചെയ്യാമായിരുന്നു. മേ ബി ഇറ്റ് വുഡ് ഹാവ് ബീൻ എ മോർ സേഫർ ഫിലിം. പക്ഷേ ദാറ്റ് വാസ് നോട്ട് മൈ ഇന്റന്റ് വൈൽ മേക്കിംഗ് ദാറ്റ് ഫിലിം, ബിക്കോസ് ഐ വാസ് ബോർഡ് ഓഫ് ഷൂട്ടിംഗ് ഫിലിംസ്. അങ്ങനെയല്ല, നമുക്ക് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് സേഫ് ആണ്, നമുക്ക് ഇത്ര പൈസ കിട്ടും, ഇത്ര കളക്ഷൻ വരും, അത് സംഭവിക്കുന്നു. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് റിസ്ക് ഉള്ളിടത്ത് മാത്രമേ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളൂ. അപ്പം റിസ്ക് എന്ന് പറയുന്ന സാധനം കമല പോലത്തെ വലിയ റിസ്ക് ഇല്ല. ബിക്കോസ് നമുക്കറിയാം ആ കഥ. നമ്മൾ കുറെ സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് കഥയാണ് ഏറ്റവും അപകടം പിടിച്ച കഥ എന്നുള്ളത്. കാരണം നമുക്ക് മനസ്സിലാവുന്ന ഒരു കഥയുണ്ട്, നമുക്ക് മനസ്സിലാവുന്ന കഥാപാത്രങ്ങളുണ്ട്, അത് അത്യാവശ്യം പരിചയമുള്ള ആൾക്കാർ അഭിനയിച്ചു. ഞാൻ അത്യാവശ്യം തെറ്റിലത് എഴുതുന്ന ഒരാളാണ്. അങ്ങനെ എഴുതി ഒരു സിനിമ ഉണ്ടാക്കിയാൽ അത് വലിയ പരാജയമാവില്ല ആ സിനിമ. അതേസമയം നമ്മൾ ടോട്ടലി ഔട്ട് ഓഫ് ദ ബോക്സ് പോയിട്ട്, ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സും, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്റലിജന്റ് ഫീമെയിൽ സൈക്കോ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ അത് ഞാൻ ആയി കണ്ടിട്ടുള്ളത് ബോൺ ഗേളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്, ഈവൻ ഇന്റർനാഷണൽ ഫിലിംസിലായിരുന്നു. അപ്പം ഇന്ത്യൻ ഫിലിംസ് ആരും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ അതാർക്കും മനസ്സിലായില്ല, അതായത് സംതിങ് എൽസ്. ഇപ്പം ഞാൻ ആ സിനിമ ചെയ്തപ്പോൾ സായ് പല്ലവി വാസ് വെരി എക്സൈറ്റഡ് ടു പ്ലേ ദ റോൾ. പക്ഷേ അവിടെ മേഡ് ഇറ്റ് വിത്ത് സായ് പല്ലവി. പക്ഷെ ഒരേ ഒരു കാരണം ഞാൻ അതിരെന്ന് പറഞ്ഞ സിനിമ വന്നു. അപ്പം അതിൽ കുറച്ച് അതുപോലത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് ആ എക്സ്പെരിമെന്റ് ഷുഡ് ബി കറക്റ്റ്. എന്നിട്ട് പരാജയപ്പെട്ടോട്ടെ. അപ്പം ആൾക്കാർ കണ്ടിട്ട് സായ് പല്ലവി അതിരും പോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രസമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ അതല്ല. ഐ ട്രൈഡ് ഇറ്റ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ആൻഡ് ഐ വാസ് ഹാർട്ട് ബ്രോക്കൺ വെൻ ഇറ്റ് ഡിഡ് നോട്ട് വർക്ക്. അതും സത്യമാണ്. then you have to actually come out of it. There is no other way. അപ്പം ഈ റീഇൻവെൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. റീഇൻവെൻഷന് ഒരേ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വ്യത്യസ്തമായ കഥകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. ഇപ്പോൾ ഞാൻ കമല എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പകരം ഞാൻ ചെയ്യേണ്ടിരുന്ന സിനിമ എന്ന് പറയുന്നത്, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ രണ്ട് വലിയ നടന്മാർ അഭിനയിക്കുന്ന ഒരു സിനിമ ഇവിടുത്തെ. ആ കാസ്റ്റിംഗ് തന്നെ ഭയങ്കര കാസ്റ്റിംഗ് കൂപ്പാണ്. അവർ രണ്ടുപേരും അതിൽ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ രണ്ട് ഹീറോസ് അല്ല. ഹീറോയിൻ ആണ്, ഹു ഇസ് എ വെരി ബിഗ് ഹീറോയിൻ. ഒരു ഹീറോ ആണ്, ഹു ഇസ് എ വെരി ബിഗ് ഹീറോ. അവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നു. ഫോർ പിറ്റഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ എന്ന് പറയില്ല. വൺ ഇസ് എ വില്ലൻ, വൺ ഇസ് എ ഹീറോ എന്ന് പറയുന്ന പോലെ. അപ്പം they were both excited to make that film. ആ ഫിലിം ഉണ്ടാക്കി എനിക്ക് ഉറപ്പാണ് ഇത്ര കളക്ഷൻ വരും. പക്ഷെ ഞാൻ ആലോചിച്ചത് will I enjoy shooting it? Will I enjoy doing it at this point of time? ഇതാണ് ഞാനിപ്പോൾ അന്വേഷിക്കുന്നത്. അത് അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഗ്രൂപ്പ് വെച്ച് അങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് again that subject was very relevant also at that time. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ എടുത്തിട്ടുള്ള പോലത്തെ ഷോർട്സും എടുത്തിട്ടുള്ള പോലത്തെ ഒരു മേക്കിങ്ങും ഒക്കെ ആ സിനിമയ്ക്ക് പറ്റുള്ളൂ. അങ്ങനെയാണ് കഥ. അപ്പം ക്ലോസ് റൂമിലൊക്കെ നടക്കുന്ന ഒരു വലിയ പശ്ചാത്തലത്തിലുള്ള ഒരു കഥ. അപ്പം ദെൻ ഐ തോട്ട് അത് വളരെ മണ്ടത്തരം ഡിസിഷൻ ആണെന്ന് എല്ലാവരും പറയുന്നു. ബിക്കോസ് ദെൻ ഐ മേഡ് കമല വിച്ച് വാസ് ടോട്ടലി ലൈക്ക് ദിസ്. ബട്ട് ദെൻ ദാറ്റ് വാസ് അതേ പറഞ്ഞു. അപ്പം ഈ റിസ്കിന്റെ കൂടെ മാത്രമേ എക്സൈറ്റ്മെന്റ് ഉള്ളൂ. ആ എക്സൈറ്റ്മെന്റ് ഒരുപാട് എക്സൈറ്റ്മെന്റ് ആയാലും കുഴപ്പമാണ്, തീർച്ചയായും പരാജയപ്പെട്ടാലും കുഴപ്പമാണ്. ബട്ട് ദെൻ ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഡ് ഐ എൻജോയ് മേക്കിംഗ് ഇറ്റ്? ഐ ലവ് മേക്കിംഗ് കമല ബിക്കോസ് ഞാൻ കുറെ നാൾക്ക് ശേഷം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഷൂട്ടിംഗ് ആണ്. എനിക്ക് ആ ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യുന്നത് പ്രത്യേകിച്ച് പുതിയ ആൾ ചെയ്തുകൊണ്ട് ഒരു ഷോട്ടിൽ തന്നെ അവർ കമലയാവും. ആ ഷോട്ടിൽ തന്നെ അവർ 5-6 പേഴ്സണാലിറ്റി ഉണ്ട് അതിനുള്ളിൽ തന്നെ. ഇതൊന്നും ആർക്കും മനസ്സിലായില്ല. അതാണ് അതിന്റെ ട്രാജഡി. അത് വളരെ ഫൈനായിട്ടാണ് നമ്മൾ കൊടുത്തത്. അയാളുടെ പൊട്ടിൽ, തലയിൽ, അങ്ങനെയൊക്കെ പറഞ്ഞത്, ഹെയർ സ്റ്റൈലിൽ. അപ്പം ആ ഒരു സെക്കൻഡിൽ അവർ മാറുന്നത് ഞാൻ വളരെ എൻജോയ് ചെയ്തു. ദാറ്റ് എക്സ്പ്ലോറിംഗ് ദാറ്റ് ക്യാരക്ടർ ആൻഡ് മേക്കിംഗ് ദാറ്റ് ഫിലിം rather than with a star. ഒരു സ്റ്റാർ അത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തു. അപ്പം ഇത് ഓരോ സമയത്തും എനിക്ക് തോന്നുന്നു ആ റീഇൻവെൻഷൻ ചെയ്തില്ലെങ്കിൽ, റീഇൻവെൻഷൻ ചെയ്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുമായിരിക്കും. ഫെയിലിയർ ഇസ് ഇമ്പോർട്ടൻറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഫെയിലിയർ ഹെൽപ്സ് us to grow. ഫെയിലിയറിൽ തളർന്നു പോകാതിരുന്നാൽ മതി. തളർന്നു പോകും, പക്ഷെ ആ തളർന്ന് പുറത്തു വരണം. Then go ahead and do things. See, ഇതിൽ എനിക്ക് ഏറ്റവും മനസ്സിലായിട്ടുള്ള ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ there is nothing called legacy. അത് സത്യസന്ധമായ റിയലൈസേഷൻ എത്ര പേർക്ക് അത് ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് സംശയം. ഇപ്പം ഞാൻ പണത്തിൻ്റെ ഒരു നിരർത്ഥകതയെ കുറിച്ച് പറഞ്ഞല്ലോ.
ഇപ്പോൾ പണത്തിനെ കുറിച്ച് ശ്രീനിവാസൻ പാസഞ്ചറിൽ പറയുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട 2 കാര്യമുള്ളൂ. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. നല്ലത് എന്ന് പറയുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അണ്ടർലൈൻ നല്ല സംസ്കാരം, നമ്മുടെ സംസ്കാരം. നമുക്കില്ലാത്ത സംസ്കാരം കൊടുത്തിട്ട് കാര്യമില്ല. നമുക്കുള്ള സംസ്കാരം കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അത് അതിന് മുകളിൽ വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടീനെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റുന്ന സ്കൂളിൽ പഠിപ്പിക്കുക. അതിന് മുകളിൽ സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല. നന്നാവുള്ളതാണ് ഇവർ നന്നായിക്കോളും. അപ്പം പണം എന്നുള്ളതിന്റെ നിരർത്ഥകത എനിക്ക് പണ്ടേ മനസ്സിലായതാണ്. പക്ഷേ ഈ റിയലൈസേഷൻ എനിക്ക് ഓഫ് ലൈറ്റ് വന്നതാണ്. ബിക്കോസ് ദർ ഇസ് നത്തിങ് കോൾഡ് ലെഗസി. ഇപ്പം ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സിനിമകൾ ചെയ്യുമ്പോൾ പണം എന്നുള്ളതല്ല ഞാൻ ആലോചിക്കാറുള്ളത്. ഇത് ഷുഡ് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഇത് കാലത്തെ അതിജീവിക്കണം. ഇത് അങ്ങനെ ഒരു സബ്ജക്റ്റ് ആരും ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഇപ്പം ഒരു ട്രാൻസ്ജെൻഡറിന്റെ ബേസിൽ ഒരു കമേഴ്ഷ്യൽ ഫിലിം ആരും ചെയ്തിട്ടില്ല. രാമന്റെ തോട്ടം പോലൊരു സിനിമ ആരും ചെയ്തിട്ടില്ല. ഒരു പ്രേതം ഫേസ്ബുക്കിൽ ഗോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സിനിമ ആരും ചെയ്തിട്ടില്ല. ഒരു ഇന്റലിജന്റ് ഫീമെയിൽ സൈക്കോന്റെ സിനിമ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ലെറ്റ്സ് ട്രൈ ഇറ്റ്. ആൻഡ് അപ്പം അതൊക്കെ ഇറ്റ് വിൽ റിമെയിൻ. എനിക്ക് ശേഷവും ആ സിനിമ ഉണ്ടാവും. എൻ്റെ കുട്ടികൾക്ക് എനിക്ക് അഭിമാനപൂർവ്വം കാണിച്ചു കൊടുക്കാം. ഇതിലും വലിയൊരു മണ്ടത്തരമില്ല എന്നുള്ളതാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. ബിക്കോസ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ നത്തിങ് റിമെയിൻസ് എന്നുള്ളതാണ്. ഇപ്പം എന്നെക്കാളൊക്കെ എത്രയോ വലിയ 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 ലെജൻസ് ഇവിടെ ജീവിച്ചു പോയിരിക്കുന്നു. നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമൊക്കെ ജീവിച്ചിരിക്കുന്നു. നമ്മളവരെ കാണുന്നുണ്ടോ? അവരുടെ സിനിമകൾ കാണുന്നുണ്ടോ? ആ സിനിമകൾ കൂടെ ഉണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? അപ്പം ഇപ്പൊ നമ്മൾ പതേർ പാഞ്ചാലി എന്ന് പറഞ്ഞാൽ അത് ഫേമസ് ആയിട്ടുള്ള സിനിമയാണെന്നുള്ളതുകൊണ്ട് ഫിലിം എന്തൂസിയാസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടോ പതേർ പാഞ്ചാലി? ഓക്കെ. അപരാജിതോ അപ്പൂസൻ സാർ എന്താണ്? അപ്പം ഇന്ത്യൻ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സിനിമകളാണ്. പക്ഷേ ഫിലിം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അത് കണ്ടിട്ടില്ല. ഞാൻ ഈ അടുത്ത് മലയാള മനോരമയുടെ ഒരു ഇന്ററാക്ഷൻ, ഷോർട്ട് ഫിലിം ഇന്ററാക്ഷൻ പോയപ്പോൾ അത് സിനിമ ഇപ്പോൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരാണ് അവിടെ ഉള്ളത്, ഒരു തലമുറയിൽ. അപ്പം ഞാനോട് ചോദിച്ചു നിങ്ങളുടെ ഫേവറേറ്റ് ഡയറക്ടർ ആരാണ്? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫേവറേറ്റ് ഡയറക്ടർ പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡയറക്ടർ KG ജോർജാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ 50 കുട്ടികളുണ്ട്. 50 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും. അവർക്ക് KG ജോർജ് ഏതോ റബ്ബർ മുതലാളിനെ പോലെയാണ് തോന്നുന്നത്. ഇത് തമാശയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ 50 പേർക്ക് KG ജോർജിനെ അറിയില്ലായിരുന്നു. KG ജോർജിന് ഒരു സിനിമ പോലും അവർ കണ്ടിട്ടില്ല. അപ്പം ഇത് തന്നെയാണ്. ഇപ്പം നമ്മൾ ചിരിച്ചു. ഇപ്പം നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മദർ ഇന്ത്യ ശരിക്കും കണ്ടിട്ടുണ്ടോ? പറയാം മദർ ഇന്ത്യനെ കുറിച്ച്. അത് നമ്മുടെ മുമ്പത്തെ ജനറേഷൻ മദർ ഇന്ത്യ കണ്ടിട്ടുണ്ട്, അവരത് പറയുന്നു. അല്ലെങ്കിൽ ഓരോ പരീക്ഷണങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചിരിച്ചത് നമ്മളുടെ ആയ പ്രായത്തിൽ കണ്ടിട്ടുള്ള സിനിമയാണ് ജോർജ് സാറിന്റെ സിനിമ. അതിന് മുമ്പുള്ള സാധനം നമുക്ക് ഓർമ്മയില്ല. നിങ്ങൾ എലിപ്പത്തായം ക്ലോസിൽ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കൊടിയേറ്റം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ നമുക്ക് കാണാൻ താല്പര്യമുണ്ടോ? ഇരുന്ന് കാണുമോ? ഇല്ല. അപ്പോൾ എന്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ സിനിമ ഉണ്ടാക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ അവർക്കൊരു എക്സസൈസ് ആയിരിക്കും. അത് ആ സമയത്ത് ലോകം എവിടേക്കോ മുന്നോട്ട് പോയിട്ടുണ്ടാവും. അപ്പം അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. വാട്ട് ഇസ് ഇമ്പോർട്ടൻ്റ് ഇസ് ആരോഗ്യത്തോടെ നന്നായി ചിന്തിക്കാൻ ഉള്ള ഒരു അവസരം എൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അവസരം ഉപയോഗിച്ച് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കലർപ്പില്ലാതെ എന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് കമേഴ്ഷ്യലൈസ്ഡ് ആക്കുക എന്നുള്ളതല്ല. അതിൽ ഉദ്ദേശിച്ചതിൽ കലർപ്പില്ലാതെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കുക. ആ കാലം അങ്ങനെ പ്രയോജനപ്പെടുത്തുക. ആൻഡ് മേക്ക് യുവർ ലൈഫ് ഫ്രൂട്ട്ഫുൾ. കഴിയുമെങ്കിൽ മറ്റുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ ഓക്കെയാണ് കാര്യങ്ങൾ. അപ്പം അതെനിക്കുണ്ടായ എഗെയിൻ ഈ അടുത്തുണ്ടായ റിയലൈസേഷനാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സാർ ഇപ്പൊ നേരത്തെ പറയുകയുണ്ടായി സാറിന്റെ ഫസ്റ്റ് ഷോട്ട്, പാസഞ്ചറിലെ ഫസ്റ്റ് ഷോട്ട് ചെയ്യുന്നത് ജഗദീഷ് സാറുമായിട്ടാണ്. അപ്പൊ ആ സമയത്ത് സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സാറ് ജഗദീഷ് സാർ ചെയ്ത ക്യാരക്ടറിന്റെ പഴയ കാര്യങ്ങൾ, അതായത് അദ്ദേഹം ജനിച്ച അന്ന് മുതലുള്ള കാര്യങ്ങൾ, ആ ക്യാരക്ടർ ജനിച്ച അന്ന് മുതലുള്ള കാര്യങ്ങൾ സാർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത്, തിരക്കഥ എഴുതുന്ന സമയത്ത് തന്നെ കഥാപാത്രങ്ങളുടെ പഴയ കാലം അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു, സിനിമയിൽ ഇല്ല എങ്കിൽ പോലും കഥാപാത്രങ്ങളുടെ പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ളത് സ്ക്രിപ്റ്റിൽ സാർ എഴുതാറുണ്ടോ? ഓരോ കഥാപാത്രങ്ങളുടെയും പൂർവ്വകാലം ഇങ്ങനെയായിരുന്നു എന്നുള്ളത് സ്ക്രിപ്റ്റിൽ എഴുതി വെക്കാറുണ്ടോ സാറിന്റെ തിരക്കഥകളിൽ? ഇല്ല, ഒരിക്കലും എഴുതാറില്ല. അത് എഴുതണ്ട. അത് നമ്മളൊരു ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ എപ്പോഴും അത് പ്ലേസ് ചെയ്യാൻ നമുക്ക് അറിയാവുന്ന ഒരാളായിട്ട് പ്ലേസ് ചെയ്യും. അത് പലപ്പോഴും ഞാൻ തന്നെയായിരിക്കും. എൻ്റെ ഉള്ളിലുള്ള പല ആൾക്കാരാണ് ജോയ് താക്കോൽക്കാരനും വേണുവും സത്യനാഥനും നന്ദൻ മേനോനും രാമനും എൽവിസും ജോൺ ഡോൺ ബോസ്കോ. ഇപ്പം എൻ്റെ ഡെത്തിനെ കുറിച്ചുള്ള കോൺസെപ്റ്റാണ് ജോൺ ഡോൺ ബോസ്കോയിലുള്ളത്.
അയാളതിൽ പറയുന്നു പ്രേതം ഒന്നുമില്ല, എനിക്ക് അവർ തോട്ട്സ് കളിക്കാനാണ് ഇഷ്ടം. അപ്പം എനിക്കതാണ് ഇഷ്ടം. അവർക്ക് ഇടയ്ക്ക് നമ്മൾ മരിച്ചവർ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്നത്, എനിക്കിവിടെ വന്ന് നോക്കാം, എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുടെ സൈൻ കാണിക്കും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു. അപ്പം എനിക്കത് ആലോചിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ. അപ്പം ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് എല്ലാം എൻ്റെ റിഫ്ലക്ഷൻസ് ആണ് പലപ്പോഴും, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്, അവരായിട്ടാണ് ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. ഈവൻ സിമിലർ റോൾസ് ആണ്. ഇപ്പോൾ പ്രേതത്തിൽ ഉള്ള പ്രിയലാൽ എന്ന് പറയുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. അതിൽ ഡെന്നി കോക്കൻ എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ വരെ പഠിച്ചിരുന്ന ആളാണ്. ഷിബു മജീദ് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. സുധി എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. എനിക്കറിയാവുന്ന ആൾക്കാരാണ് ഒരുപാട്. സഫർ കമലയിലെ എൻ്റെ അടുത്ത സുഹൃത്താണ്, ഇപ്പോൾ എഗെയിൻ ഒരു ബ്രോക്കറാണ് എറണാകുളത്ത്. അപ്പം എനിക്കറിയാവുന്ന ആൾക്കാരാണ്. ഈ പേര് പോലും ഇടുന്നത് കഴിഞ്ഞാൽ അവിടെ ചോദിച്ചിട്ടാണ് അതുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അത് അപ്പൊ എപ്പോഴും ഒരുപാടൊക്കെ എൻ്റെ പല സൈറ്റ്സ് ആണ് പല ക്യാരക്ടേഴ്സുള്ളത്. ഇപ്പം ആ ഓരോ സിനിമയിലെ ആ കോൺട്രഡിക്ഷൻ ഉണ്ട്. പാസഞ്ചർ എടുത്ത് കഴിഞ്ഞാൽ സത്യനാഥൻ എൻ്റെ റിയാലിറ്റിയാണ്, നന്ദൻ മേനോൻ എൻ്റെ ആഗ്രഹമാണ്, എൽവിസ് എൻ്റെ റിയാലിറ്റിയാണ്, രാമൻ എൻ്റെ ആഗ്രഹം. അപ്പം അതുണ്ട്, അതും ചിലപ്പോൾ സിനിമയിൽ കൊണ്ടുവരും. ഇതൊക്കെയാണ്. അപ്പം ക്യാരക്ടറിന് റൂട്ടില്ലാതെ നമുക്ക് എഴുതാൻ പറ്റില്ല. ഒരു ക്യാരക്ടറിന് എഴുതാൻ പറ്റില്ല. ഒരു മണ്ടനായ ക്യാരക്ടറാണെങ്കിൽ പോലും അയാളുടെ ഇപ്പോൾ മണ്ടൻ ഞാൻ ഉദ്ദേശിച്ച് ഇപ്പോൾ പുണ്യാൾ നഗർബത്തീസ് അഭയകുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, ശ്രീധര അഭിനയിച്ചു. അയാൾ മണ്ടനല്ല, അയാൾ ഇന്നസെന്റ് ആണ്. അപ്പൊ ഇന്നസെന്റ് ഒരാളെ പോലെ അയാൾ നമുക്ക് അറിയണം. അയാൾ അമ്മ, അതൊക്കെ അയാൾക്ക് ഭയങ്കര ഘടകം. അങ്ങനത്തെ ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അതില്ലാതെ ഒരിക്കലും എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോപ്പർലി ഒരു ക്യാരക്ടർ എഴുതാൻ പറ്റില്ല. പിന്നെന്താ പറയുക, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ഉപരിപ്ലവമായി പോകും, ഓവർ ദ ടോപ്പ്. നമുക്ക് ഒരു ആക്ടറിനെ അഭിനയിക്കാൻ പിടിക്കാൻ പറ്റില്ല ക്യാരക്ടർ. ബിക്കോസ് അയാൾക്ക് അതിൻ്റെ ഒരു എവിടെ പിടിക്കണം. നല്ല ആക്ടേഴ്സിനെ കേട്ടോ, അതായത് പല ടൈപ്പ് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം പല ആക്ടേഴ്സും 10 വർഷമായിട്ട് സിനിമ അഭിനയിക്കുന്ന എല്ലാ സിനിമയിലും ഒരു അഭിനയമാണ്. അപ്പൊ ആക്ടേഴ്സിന് അത് പ്രോബ്ലം ഇല്ല. അല്ല, ആൻഡ് ദേ സ്റ്റിൽ റിമെയിൻ സ്റ്റാർസ്, വിച്ച് ഇസ് ഫൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ല. ഇപ്പം സൽമാൻ ഖാൻ നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം, ദാറ്റ് ഇസ് ഫൈൻ. അപ്പൊ അവർക്ക് ഇപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ കിട്ടിയാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല. അത്തരം ആക്ടേഴ്സിനും അത്തരം സിനിമകൾ. പുള്ളിക്കും വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ രജനീകാന്ത്, പുള്ളിയുടെ ഇമേജ് ഉണ്ട്, ആ ഇമേജിലാണ് നിൽക്കുന്നത്, ആ ഇമേജിലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സിനെ. അതർവൈസ് ഒരു ആക്ടറിന് ഡെഫിനറ്റ്ലി ഹി നീഡ്സ്, ആക്ടേഴ്സ് ഷുഡ് ബി പാമ്പേർഡ്. ആക്ടേഴ്സിനൊക്കെ ഉള്ളം കയ്യിൽ നമ്മൾ കൊണ്ടുനടക്കണം. അവര് നമ്മൾ ചാലഞ്ച് ചെയ്തിട്ട് ഇമോഷണലി അപ്സെറ്റ് ആയിട്ട് ഒരു കാര്യമില്ല, കാരണം ഒന്നും വരില്ല. സോ ഇപ്പൊ ഞാൻ രാമന്റെ എന്നോടൊക്കെ ചെയ്തപ്പോൾ ഞാൻ ആദ്യം ശ്രമിച്ചത് അനു സിത്താരയ്ക്ക് ഏറ്റവും പെർഫെക്റ്റ് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഒരു പെർഫോം ചെയ്യാൻ പറ്റൂ. ഒരു ബഹളം പോലും ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം അങ്ങനെ വന്നാൽ ഓട്ടോമാറ്റിക്കലി പെർഫോം. അപ്പം ആക്ടേഴ്സിന് ഈ പറയുന്ന റൂട്ട് ഇല്ലെങ്കിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണ്, നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതാനും ബുദ്ധിമുട്ടാണ്. മനസ്സിലില്ലെങ്കിൽ നമുക്കൊരു ആക്ടറിന് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പറഞ്ഞു കൊടുക്കുക രണ്ട് രീതിയിൽ പറഞ്ഞു കൊടുക്കും കേട്ടോ. ലെഫ്റ്റിൽ നോക്കി തെറ്റായിട്ട് റൈറ്റിൽ നോക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല, അത് എനിക്ക് അറിയില്ല. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഈ ക്യാരക്ടർ ഇങ്ങനെയല്ല, ഈ സമയത്ത് ആൾ ഇങ്ങനെയല്ല റിയാക്ട്, ഇങ്ങനെയല്ല ഡ്രസ് ചെയ്യുക എന്നാണ് എനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ക്യാരക്ടർ നമുക്കറിയാം. പിന്നെ ഓരോ ക്യാരക്ടറും നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യണ്ടേ, ക്യാരക്ടറിനെ അറിഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞു കൊടുക്കും. സാർ ഇപ്പോൾ ഇതുവരെ ചെയ്ത എല്ലാ സിനിമകളുടെയും സ്ക്രിപ്റ്റ് സാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്വന്തം സ്ക്രിപ്റ്റ് തന്നെയാണ് സാർ എല്ലാ സിനിമകളും സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ സാർ മറ്റൊരാളുടെ സ്ക്രിപ്റ്റിൽ സംവിധാനം ചെയ്യുന്നതിനെ പറ്റിയിട്ട് സാർ ചിന്തിച്ചിട്ടുണ്ടോ? അത് എത്രത്തോളം സാറിന് അത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും എന്നതിനെ പറ്റി സാർ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊരാളുടെ തിരകൾ സാർ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? വായിച്ചിട്ട് അത് സംവിധാനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. അതിനുള്ളൊരു കഴിവ് എനിക്കുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. കാരണം അത് ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ്. ഒരാളൊരു സ്ക്രിപ്റ്റ് എഴുതി നമുക്ക് തന്നു, അത് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോൾ ഹോളിവുഡിലൊക്കെ ഡയറക്ടേഴ്സ് ഉണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ റൈറ്റേഴ്സ് ഒക്കെ പറയും യു ക്യാൻ ജസ്റ്റ് ഗിവ് ഹിം യു സ്ക്രിപ്റ്റ്, അയാളത് ഭംഗിയായിട്ട് എടുത്തോളൂ, വിൽ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് മെയ്ഡ് ദ ബെസ്റ്റ് വേസ് പോസിബിൾ എന്ന് പറയുന്ന തരത്തിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം എനിക്കൊരു സ്ക്രിപ്റ്റ് തന്നിട്ട് അത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് എനിക്കൊന്നും അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു എഴുത്തുകാരനാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല ഈ ക്യാരക്ടേഴ്സിന് എനിക്കറിയുന്ന, ഞാൻ പറഞ്ഞ എൻ്റെ ക്യാരക്ടേഴ്സ് പോലെ എൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞില്ല, എനിക്കറിയാവുന്ന ആൾക്കാരാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ വേറൊരാൾ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റാത്തൊരു സാധനമായിരിക്കും ടോട്ടലി. ഉദാഹരണം മണിച്ചിത്രത്താഴ്, അതുപോലൊരു തിരക്കഥ ആണ് നോക്കിയാൽ എനിക്ക്
ഓൾറെഡി അത് വന്നതുകൊണ്ട് ഞാൻ അതിന് ഇൻസ്പയർ ചെയ്ത് സിമ്പിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ആ സമയത്ത് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞത് അത് ഭയങ്കര പുതിയതായിരുന്നു, എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. പാസഞ്ചർ അന്ന് വന്നപ്പോൾ അതൊരു പുതിയ സിനിമയായിരുന്നു അന്ന് വന്നപ്പോൾ. ഇപ്പം ഓട്ടോഗ്രാഫ് വളരെ പുതിയൊരു സിനിമയാണ്. അതുപോലെ എനിക്ക് ചിന്തിക്കാനേ പറ്റാത്തൊരു മേഖലയിൽ ഒരു തിരക്കഥയുമായിട്ട് ഒരാൾ വരികയും അയാളുമായിട്ട് എനിക്കൊരു സിങ്ക് ഉണ്ടാവും. കാരണം എഴുതി വെച്ചുകൊണ്ട് ഒരിക്കലും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വരില്ല. അത് എൻ്റെ ഒരു സ്വാർത്ഥം കൊണ്ടുമല്ല, ആക്ടേഴ്സിന് മുമ്പ് ഒരു ഫ്രീഡം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് രണ്ട് രീതിയിൽ ആക്ടറിനോട് പെർഫോം ചെയ്യിപ്പിക്കാം. ഈ വാക്ക് ഇതുപോലെ തന്നെ പറയുക എന്ന് പറയാം, ദാറ്റ് ഇസ് വൺ കൈൻഡ് ഓഫ് ആക്ടിങ്. രണ്ട്, ഈ ക്യാരക്ടറും അയാളും കൂടെ ഒരു സമരസപ്പെട്ട് ഞാനെപ്പോഴും അതാണ് ട്രൈ ആകുന്നത്. ഇപ്പൊ ഞാൻ രാമന്റെ ചെയ്തപ്പോൾ ചാക്കോച്ചനൊക്കെ എപ്പോഴും പറയുമായിരുന്നു, ഇതുവരെ ഒരു ഡയറക്ടർ പോലും എൻ്റെ അടുത്ത് ഇത്ര സമയം ഒന്നും ഇരുന്നിട്ടില്ല. പോയോ, കട്ടായി പോയോ? ഇല്ല സർ, ഇല്ല. അപ്പം ചാക്കോച്ചനോട് പറയുന്നു, ഇത്രയും സമയം എൻ്റെ വീട്ടിൽ വന്ന് ഇയാൾ പോകത്തില്ല, ഇത്രയും സമയം ഇവിടെ വന്നിരിക്കാൻ. ഇത് ഞാൻ പുള്ളിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം, ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് രാമന്റെ കാട്ടിൽ എങ്ങനെ കോപ്പറേറ്റ് ചെയ്യും. പുള്ളി മരം കയറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സീൻ ഉണ്ടാക്കിയത്. മരം കണ്ട പുള്ളി പഠിച്ചു, ആ മരമല്ല പുള്ളി ഉദ്ദേശിച്ചത്, ഞാൻ പറയാണ്. അപ്പം അയാളുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ പുറത്തു വരും, അത് അയാൾക്ക് ഹെൽപ്പ് ചെയ്യും അഭിനയിക്കാൻ. അപ്പൊ ചാക്കോച്ചനോട് പറഞ്ഞു, ഞാൻ ആക്ച്വലി ഇങ്ങനെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് കുറെ സ്ഥലം മേടിച്ചിടാം, ഒന്നും ചെയ്യണം, ചുമ്മാ കാട് വളരട്ടെ, ഈ സിനിമയ്ക്ക് മുന്നേ. അപ്പൊ അയാൾക്കത് ഓർമ്മ വന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പാസഞ്ചറിന് വേണ്ടി ഓരോ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വിളിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഓരോ സ്റ്റെപ്പും ഓരോ കാര്യങ്ങളും നമ്മളെ എന്താ പറയാ, ആ സിനിമേനെ കൂടുതൽ അടുപ്പിക്കുന്നുള്ളതാണ്. ആ സിനിമേനെ വേറെ രീതിയിൽ ചെയ്യാൻ ചിന്തിപ്പിക്കാൻ ആക്ടർ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു തിരക്കഥാകൃത്ത് എനിക്കൊരു ഡയലോഗ് എഴുതുന്നത് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അത് ചിലപ്പോൾ ആ സമയത്ത് ആ ലൊക്കേഷൻ വെച്ച് ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പൊ ചില ട്വീക്കിങ് അതിൽ വേണ്ടി വരും. അതൊക്കെ ഉൾക്കൊള്ളുന്ന ആൾക്കാരും കൂടെ ആയിരിക്കണം. ഓക്കെ സാർ. സാർ, അപ്പൊ നമുക്കിനി തിരക്കഥയിൽ നിന്നും സംവിധാനത്തിലേക്ക് പോവുകയാണെങ്കിൽ, സംവിധാനം ഇപ്പം ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി, സ്ക്രിപ്റ്റ് അത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രീ പ്രൊഡക്ഷൻ ആണ്. ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ഘട്ടമാണ് ആദ്യമായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പ്രീ പ്രൊഡക്ഷനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു സംവിധായകൻ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇപ്പൊ സാറിന്റെ സിനിമകളിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ ആ കഥാപാത്രങ്ങൾ ചെയ്യാൻ പോകുന്നത് ആൾക്കാർ, ആക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലുണ്ടാവുമോ, അതോ സ്ക്രിപ്റ്റ് എല്ലാം പൂർത്തിയായതിനു ശേഷം പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിൽ അതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയാണോ, ഏത് കഥാപാത്രത്തിന് ഏത് ആക്ടർ ആയിരിക്കും ബെറ്റർ എന്നുള്ളത് ആ ഘട്ടത്തിലാണോ ചിന്തിക്കുന്നത്, അതോ എഴുതുന്ന സമയത്ത് തന്നെ സാറിന്റെ മനസ്സിലുണ്ടാവുക? അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ, അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയിട്ട്? ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഡയലോഗ് എഴുതാറുള്ളത്. ഒരു കഥ നമ്മൾ എടുക്കാൻ തീരുമാനിക്കും. കഥ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നടിനടന്മാരെ ഫിക്സ് ചെയ്യും. ഇത് ഒരു പാരലൽ നടന്നു പോകുന്നൊരു പ്രോസസ്സാണ്. അപ്പം നമ്മളൊരു വൺ ലൈൻ ഉണ്ടാവും, എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയും ഡയലോഗ് എഴുതാൻ ആലോചിക്കും. അപ്പൊ ആലോചിക്കുന്ന ആ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഞാൻ രാമന്റെ എന്നോട് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു 18 സീൻ എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അനുസരിച്ചായിരുന്നു കിട്ടിയത്. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സിൽ ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ്. എന്നെ സംബന്ധിച്ച് ഇത് എഴുതി കഴിഞ്ഞിട്ടും അങ്ങനെ ആലോചിക്കാം. അപ്പൊ ആ സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ പലപ്പോഴും ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച് പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം അത് അപ്പൊ അതിലിപ്പോ ഒരു ഇന്നസെന്റ് അഭിനയിക്കുന്ന ഇന്നസെന്റിനോട് സംസാരിക്കുന്നു. അപ്പം പുള്ളിയുടെ ഇൻപുട്സ് വരും ആ ക്യാരക്ടറിൽ. അപ്പൊ ഒരു ബേസ് ക്യാരക്ടറിന് അതനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഓരോ ആക്ടേഴ്സുമായിട്ടും നമ്മൾ ആക്ടേഴ്സിനെ ആ സ്ക്രിപ്റ്റ് എഴുതി തീരാറാകുമ്പോഴത്തേനും ആക്ടേഴ്സിനും ഒരുമാതിരിയൊക്കെ ഫൈനലൈസ് ആയിട്ടുണ്ടാവും. പിന്നെ ചില ഡേറ്റ് പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, പക്ഷെ ഭൂരിപക്ഷവും ഫിക്സ് ആവാറുണ്ട്. ഓക്കെ സാർ. ഇപ്പൊ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത്. സിനിമയുടെ പാട്ടുകൾ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നതും പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ സാറിന്റെ സിനിമയിലെ ഗാനങ്ങൾ അത് എങ്ങനെയാണ് ഒരു മ്യൂസിക് ഡയറക്ടറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോകുന്നത്? ഇപ്പൊ സാറിന്റെ സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മിക്ക സിനിമകളും ചെയ്തിട്ടുള്ളത് ബിജുപാൽ സാറും ആനന്ദ് മധുസൂദൻ സാറുമാണ്. ഇവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് സാർ? ആ സീൻ സന്ദർഭം വിവരിച്ചു കൊടുക്കുകയാണോ, അല്ലെങ്കിൽ തിരക്കഥ വായിക്കുകയാണോ? അതെങ്ങനെയാണ് ഒരു സംഗീത സംവിധായകന് ആ കഥാസന്ദർഭത്തിൽ ആവശ്യമായിട്ടുള്ള ഗാനം ചെയ്യാനായിട്ട് സാറ് സമീപിക്കുന്നതും, അല്ലെങ്കിൽ സാറും ആ സംഗീത സംവിധാനങ്ങളുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതെന്ന് പറയാം. അല്ല, പാട്ടിന്റെ സിറ്റുവേഷൻസ് ആണ്. പാട്ടിന്റെ സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഇപ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ അനുഭവത്തിലേ നമ്മൾ ആ സിനിമയ്ക്ക് ചേരുന്ന ഒരു പാട്ടുണ്ടാക്കാം എന്ന് ചെയ്തിട്ടുള്ളത് മാത്രമേ നല്ല പാട്ടുണ്ടായിട്ടുള്ളൂ.
ഇത് ഹിറ്റാവുന്നൊരു പാട്ടുണ്ടാക്കാം എന്ന് ശ്രമിച്ചാൽ അത് ഉണ്ടായിട്ടില്ല. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ പുണ്യാള അഗർബത്തി ചെയ്യുമ്പോൾ, ഇപ്പോൾ പാസഞ്ചർ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ, അതിന് പാട്ടൊന്നും ഒരു തീം സോങ് ഉണ്ട്. അപ്പോൾ അതൊരു ആ സിനിമയ്ക്ക് പറ്റുന്നൊരു പാട്ട് ആലോചിച്ചിട്ടാണ് ആ പാട്ടുണ്ടാക്കിയത്. ഓക്കെ, ഇപ്പം അർജുന സാക്ഷി ചെയ്യുമ്പോൾ അല്ല, ഇവിടെ ഹിറ്റ് പാട്ട് വേണം, ഒരു ഹിറ്റ് പാട്ടായിട്ടില്ല. അത് എനിക്കത് മാനുഫാക്ചറിങ് പറ്റില്ലാത്തതിന് കുഴപ്പമായിരിക്കും. പുണ്യാള അഗർബത്തി ചെയ്യുമ്പോൾ ഇതുപോലെ തൃശ്ശൂരിൻ്റെ ഒരു പാട്ട് എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെ ലേറ്റ് ആയിട്ട് വരുന്നതാണ്. ടൈറ്റിൽ സോങ് വെച്ചേക്കാം തൃശ്ശൂരിനെ പറ്റിയൊരു പാട്ട്. അത് എവിടുന്നാ സജഷൻ വന്നത് ഞാൻ തന്നെ പറഞ്ഞു തന്നു. വിജയും സന്തോഷ് വർമ്മയൊക്കെ അത് ഏറ്റെടുത്തു. അങ്ങനെ ഒരു പാട്ടുണ്ടായി. ഇപ്പോൾ രാമൻ്റെ തോട്ടത്തിൽ സുസുസുതി ജെനുവിൻ സോങ്സ് ആണ്. ഇത് ഹിറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്തിട്ടുള്ള പാട്ടുകളല്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര, ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് സുസുസുതിയിലെ ടൈറ്റിൽ സോങ്ങാണ്. രാവിൻ്റെ വാത്മീകത്തിൽ ഒരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വിജയം പറയാറുണ്ട്, ചിലപ്പോൾ വേറെ ഒരു ആ പാട്ട് സമ്മതിക്കില്ലായിരുന്നു, നിങ്ങളായതുകൊണ്ടാണ് ആ പാട്ട് ഒരു സിനിമ തുടങ്ങാൻ. അങ്ങനത്തെ ഒരു പാട്ടല്ലല്ലോ അത്. രാമൻ്റെ തോട്ടത്തിൽ പാട്ട് ചെയ്യുമ്പോൾ ജെനുവിൻ പാട്ടെന്ന് പറയുന്നത് അകലൊരു കാട്ടിൻ്റെ എന്നുള്ളതാണ്. ഹിറ്റ് പാട്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതാണ് മാവിലക്കുടി പൈങ്കിളി എന്ന് പറയുന്നത്. ശരിക്കും ജെനുവിൻ ആണെങ്കിൽ അവിടെ അവർ പാടുന്നത് കുറേ കൂടിയും ഹൃദയസ്പർശിയ ഒരു പാട്ടാണ് പാടാൻ സാധ്യത അല്ലേ. അപ്പോൾ അവിടെ ഒരു മനഃപൂർവ്വം ശ്രമമാണ് ഈ പാട്ട് ആളുകൾ പാടുന്ന പാട്ടാവട്ടെ. പക്ഷെ നമ്മൾ പറയുന്നിടത്തൊന്നുമല്ല ഓഡിയൻസ് നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ വി കാനോട്ട് മാനുഫാക്ചർ എ ഹിറ്റ് സോങ്. അത് ഇതിപ്പോൾ പ്രേതത്തിലെ പാട്ടെന്ന് പറയുന്നത് ഞാൻ പണ്ട് മെയ് ഫ്ലവർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതിയൊരു പാട്ടാണ്. അപ്പോൾ അത് ഇതിൽ യൂസ് ചെയ്യാൻ തോന്നി, കോളേജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. ഒരുത്തിക്ക് പിന്നിൽ പണ്ട് നടന്നിട്ട് പോയപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വിനീതിനെ കൊണ്ട് 2 സൗണ്ടിലൊക്കെ പാടിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് അത് സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജെനുവിൻ പാട്ടുകൾ ട്രൈ ചെയ്താൽ മതി. ഓക്കെ സാർ, അപ്പൊ നമ്മൾ ഈ പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിൽ നിന്നും അതിന്റെ ഷൂട്ടിംഗ് ചിത്രീകരണ ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു സീൻ നമ്മളൊരു സീൻ എടുക്കാൻ തീരുമാനിക്കുന്നു, ആ സീൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആ സീന് അതിന്റെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞ ശേഷം ആ സീനിന്റെ ഷോട്ടുകൾ, അതിൽ ഷോട്ട് ഡിവൈഡ് ചെയ്യുക, ആ സീനിന് ആവശ്യമായിട്ടുള്ള ഷോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് സാറിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? തിരക്കഥയിൽ തന്നെ ആവശ്യമായിട്ടുള്ള ഷോട്ടുകൾ സാർ എഴുതി വെക്കാറുണ്ടോ, അതോ ആ ലൊക്കേഷനിൽ എത്തിയതിനു ശേഷം കൃത്യമായിട്ടുള്ള ഷോട്ടുകളായിട്ട് മാറ്റുകയാണോ ചെയ്യാറ്? ഒരു ഷോട്ട് ഡിവിഷൻ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീൻ എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണ് സാറിന്റെ ഒരു അഭിപ്രായം എന്ന് പറയാമോ? എല്ലാം ബേസിക്കലി തിരക്കഥയെ ഡിപ്പെൻഡ് ചെയ്താണ്. തിരക്കഥ ഇതിൽ നമ്മൾ എഴുതിയിരിക്കുന്നു. അപ്പോൾ ആ മുമ്പുള്ള സീൻ എവിടെ നിൽക്കുന്നു, അവിടെ നിന്നാണ് ഈ സീനിലോട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഷോ അതിപ്പം ജെർക്കി എന്നൊരു സംഭവമാണെങ്കിൽ വർക്കാവില്ല അല്ലേ, ഒരു താളം വേണ്ടേ ഇതിനുള്ള. മുമ്പൊരു സീൻ നിൽക്കുന്നത് ഇങ്ങനൊരു ഷോട്ടിലാണെങ്കിൽ അടുത്ത സീൻ മറ്റൊരു രീതിയിലായിരിക്കും തോന്നുന്നത്. അപ്പോൾ അത് നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ ആലോചിക്കാറുണ്ട് സീനുകൾ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇത് പ്യുവർലി ആ ലൊക്കേഷൻ ബേസ്ഡ് ആണ്. നമ്മളിത് പേപ്പറിൽ ഡിവൈഡ് ചെയ്തിട്ട് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ആ ലൊക്കേഷനിൽ ഒരുപാട് സാധനങ്ങൾ മാറും. ഒരു ചെറിയ പ്രോപ്പർട്ടി മാറിയാൽ പോലും അത് മാറി. അത് അവിടെ വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് അത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എൻ്റെ ഐഡിയ എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ അസോസിയേറ്റിനോടും ക്യാമറമാനോടും ഡിസ്കസ് ചെയ്യും. ഇതിൽ മസ്റ്റായിട്ട് എനിക്ക് വേണ്ട ഷോട്ട്സ് എന്തൊക്കെയാണ് ഇതിൽ വേണ്ടത് എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചിട്ട് ആ ഷോട്ട്സ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യും. ഇത് ബാക്കിയുള്ള ഷോട്ട്സ് എങ്ങനെയാണ് ഇതിന് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്, ഈ സീനിന് എങ്ങനെയാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ ഞാനിത് മാർക്ക് ചെയ്ത് എടുത്തോളൂ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം എനിക്കില്ല. അത് നമ്മൾ ക്യാമറമാൻ ഞാൻ വളരെ ഡിപ്പെൻഡൻ്റ് ആണ് ഫോർ എ ഗുഡ് ക്യാമറ. അപ്പം എൻ്റെ അസോസിയേറ്റും ക്യാമറമാനും ഞാനും കൂടെ ഇരുന്ന് ബാക്കിയുള്ള ഷോട്ട്സ് ഇല്ലേ, ആ ഷോട്ട്സിൽ ഈ സീനിന് എങ്ങനെയാണ് ആ സീൻ വർക്കാവും. ഇപ്പോൾ സിംഗിൾ ഷോട്ടിൽ അത് വർക്കാവും, അല്ലെങ്കിൽ ഈ ഷോട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ സീനിൽ നമ്മൾ ചിരി പ്രതീക്ഷിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചിരി പ്രതീക്ഷിക്കണമെങ്കിൽ ഇവിടെ ഒരു സാധനം വേണ്ടേ എന്ന് നമുക്ക് തോന്നും. ഇവിടെ ഒരു കയ്യടി പ്രതീക്ഷിക്കുന്നു, കയ്യടി കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. അത്തരം സിനിമകളിൽ നമ്മളൊരു കമേഴ്ഷ്യൽ അറ്റംപ്റ്റ്സ്, ഇപ്പോൾ പുണ്യാളൻ 2 ചെയ്യുമ്പോൾ അതൊരു ഹീറോയ്ക്കായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഡയലോഗ് പറഞ്ഞ് ഹീറോയി നടക്കുന്ന സ്ഥലത്ത് നമ്മളൊരു റെസ്പോൺസ് എക്സ്പെക്ട് ചെയ്യുന്നു ക്രൗഡിൽ നിന്ന്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനത്തെ ഷോട്ടാണ് നമ്മൾ വെക്കുന്നത്. അത് മറ്റൊരു സിനിമയിൽ അതിൻ്റെ ആവശ്യമില്ല, അത്രയും അതുപോലത്തെ ഷോട്ട്സിൻ്റെ ആവശ്യമില്ല. അപ്പം ഓരോ സിനിമയ്ക്കനുസരിച്ചും ആ ലൊക്കേഷൻ അനുസരിച്ചിട്ടും ആ സീൻ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി ശ്രമിക്കാറുള്ളത്, എഴുതുമ്പോൾ ശ്രമിക്കാറുള്ളത് ആ സീനിലൊരു ഇമോഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നാറ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഇമോഷൻ നമുക്ക് ഷൂട്ട് ചെയ്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു കാര്യമുണ്ടല്ലോ. ആ ഇമോഷൻ
ക്യാപ്ചർ ചെയ്യാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അത് ഒരുപാട് ബഹളം വെക്കുക, ഷോട്ട് എടുക്കുക എന്നതിലൊക്കെ ഉപരി ആ സീനിൽ ഉദ്ദേശിച്ചത്, ഇതിൽ ഇപ്പോൾ വർഷങ്ങളുടെ സിനിമയിൽ ഈ സീനിലെ ആൾക്കാർക്ക് പീപ്പിൾ ഷുഡ് ഫീൽ എമ്പതി ഫോർ വേണു എന്ന് പറഞ്ഞാൽ ഈ ഷോട്ടുള്ളത് കിട്ടുന്നുണ്ടോ, ആ ഷോട്ടിന്റെ ഭംഗി നമുക്ക് സെക്കൻഡറി ആണ്. അതിനെ ടെക്നിക്കലി പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഓഡിയൻസിനോട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഇമോഷൻ അവർക്ക് കിട്ടുന്നുണ്ടോ, ആ ഇമോഷനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എനിക്ക് ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത്, ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ, ഞാൻ കരയാറുണ്ട്, എനിക്ക് ദേഷ്യം വരാറുണ്ട്. അത് കിട്ടണം എന്നുള്ളതാണ്. അത് എനിക്ക് കിട്ടുന്ന സിനിമകളെല്ലാം നന്നാവാറുണ്ട്, കിട്ടാത്ത സിനിമകൾ പലതും നന്നാവാറുണ്ട്. ഓക്കെ, അപ്പം സാറ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് എടുക്കാറുണ്ട്. ഇപ്പോൾ അത് എക്സ്ട്രാ ഓപ്ഷൻസ് എടുത്ത് വെക്കുക, ഷോട്ടുകൾ എക്സ്ട്രാ ഓപ്ഷൻസ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള ഷോട്ടുകൾ എടുക്കുക എന്നുള്ളത് സാർ ചെയ്യാറുണ്ടോ? അതോ ജസ്റ്റ് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം എടുക്കുക ആണോ സാറിന്റെ ഒരു രീതി എന്ന് പറയുന്നത്? അതിനെ പറ്റി പറയാറ്. അത് ഡിപ്പെൻസ് ഓൺ ദ കൈൻഡ് ഓഫ് ഫിലിം യു ആർ മേക്കിംഗ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ പ്രേതം എന്നുള്ള സിനിമയിൽ നമ്മൾ മൾട്ടിപ്പിൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ഒരുപാട് ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. അതിന് അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് കിട്ടിയാൽ പലതും ഉപയോഗിക്കാം, പല രീതിയിൽ ആൾക്കാർ റിയാക്ഷനും പല കാര്യങ്ങളും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. രാമൻ്റെ നോട്ടം ഒരു സിംഗിൾ ക്യാമറയുള്ളൂ, പലതും സിംഗിൾ ഷോട്ട്സ് ഉണ്ട്. കാരണം അതിലങ്ങനെ ഒരുപാട് ഷോട്ട്സിൻ്റെ ആവശ്യമില്ല, ആവശ്യമുള്ള ഷോട്ട്സേ വേണ്ടൂ. ആ ഷോട്ട്സ് മര്യാദയ്ക്ക് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം. ഇപ്പം മേരിക്കുട്ടിയിൽ ഒരുപാട് ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. വി ഹാവ് ട്രൈഡ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ ടേംസ് ഓഫ് ഷോട്ട്സ്. അപ്പോൾ അത് എഗെയിൻ തിരക്കഥയ്ക്ക് ഡിപ്പെൻഡ്, നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് ഓരോ സിനിമയ്ക്കും ഓരോ പോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എഗെയിൻ ഞാൻ കമൽ ചെയ്തപ്പോൾ ഞാൻ സിംഗിൾ ക്യാമറയാണ് യൂസ് ചെയ്തത്. എനിക്ക് വേറെ ടൈപ്പ് ഓഫ് ഒരു മേക്കിംഗ് ഒക്കെ വേണം എന്ന് തോന്നിയതുകൊണ്ട് അത് എഗെയിൻ ഒരു കമേഴ്ഷ്യൽ അറ്റംപ്റ്റ് ആയിരുന്നെങ്കിലും ഇറ്റ് വാസ് ഷോട്ട് ഡിഫറെൻ്റ്. എൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം അതേ പറഞ്ഞു. ഓരോ സിനിമയ്ക്കും ആലോചനകൾ അങ്ങനെയാണ്. ഓക്കെ സാർ, അപ്പം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സീൻ ഓർഡറുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണം ക്രോണോളജിക്കൽ ഓർഡർ, സീൻ ഓർഡറിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ സാറിന്റെ സിനിമകളിൽ എങ്ങനെയാണ്? കഴിവതും സീൻ ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഇനി അഥവാ അങ്ങനെ സീൻ ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ സമയത്തായിരിക്കുമല്ലോ ഒരു ആക്ടറുമായിട്ടും അല്ലെങ്കിൽ ടെക്നീഷ്യൻസുമായിട്ടും ഒക്കെ കൂടുതൽ സംവിധായകൻ ഇടപെടേണ്ടി വരിക. കാര്യം അതിന് മുമ്പത്തെ സീൻ എന്തായിരുന്നു, അതിന് മുമ്പത്തെ ആ കഥാപാത്രത്തിന്റെ മൂഡ് എന്തായിരുന്നു, കഥാപാത്രത്തിന്റെ ജീവിത സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരിക ഈ സീൻ ഓർഡറുകൾ അതിലല്ലാതെ ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് സാറിന്റെ സിനിമകൾ? സീൻ ഓർഡറുകൾ അല്ലാതെ ആണോ സാർ ഷൂട്ട് ചെയ്യാറുള്ളത്? അപ്പൊ അതിനെ പറ്റി പറയാമോ, സീൻ ഓർഡറുകളെ പറ്റിയിട്ട് സാറിന്റെ സിനിമകളിൽ? അയ്യോ, ഞാനൊക്കെ ചെയ്യുന്ന സിനിമകൾ സീൻ ഓർഡറിൽ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. കാര്യം ഇപ്പോൾ പാസഞ്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ ട്രെയിൻ 4 ദിവസം ട്രെയിൻ ഉണ്ടാവും, ട്രെയിൻ ഷൂട്ട് ചെയ്ത് തീർക്കും. ട്രെയിനിൽ സീൻ അവിടെ വരുന്നു ഇവിടെ വരുന്നുണ്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് അത്രയും എക്സ്പെൻസീവ് ആണ്, അത്രയും ആർട്ടിസ്റ്റ് ഡേറ്റും എല്ലാം കയ്യിലുണ്ടെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്ന സിനിമകളിൽ അങ്ങനെ എനിക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. ഇപ്പം ഏത് സിനിമയിലും വർഷം എന്ന് പറയുമ്പോൾ 5-6 ഗെറ്റപ്പ് ഉണ്ട്. അപ്പം ആദ്യം ആദ്യത്തെ ഗെറ്റപ്പെടുത്ത് പിന്നെ പിടിച്ച് ആളി വളർത്തി അങ്ങനെയും ചെയ്യാം. അതിന് ആക്ടറും തയ്യാറാവുക അത്ര സമയമാണ്. അങ്ങനെ ചെയ്താലൊക്കെ നല്ലത് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കിപ്പോൾ സൗകര്യം കിട്ടാറില്ല എന്നുള്ളതുകൊണ്ട്. അപ്പൊ ആ സിനിമ നമുക്ക് അത്രയും പ്രത്യസ്തമായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ വേരിയേഷൻ ഓഫ് ആക്ടേഴ്സിന്റെ ലൈഫ് സ്പാൻ നമുക്ക് കിട്ടണം. കിട്ടിയാലേ അത് ഓക്കെ ആവും. ഒരു ആക്ടറിനും പിന്നെ നമ്മൾ ആക്ടറും ഡിപ്പെൻഡ് ചെയ്യും അങ്ങനെ പറയും. ഇപ്പോൾ വർഷം ചെയ്യുമ്പോൾ 2ാമത്തെ ദിവസം ഷൂട്ട് ചെയ്തിട്ട് മമ്മൂക്കൻ രാത്രി വിളിച്ച് പറഞ്ഞു, നാളെ നമുക്ക് ആ മറ്റേ സീൻ എടുക്കാൻ കേട്ടോ, ഏറ്റവും അവസാനത്തെ ഒരു സീനുണ്ട്, അത് എടുക്കാന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി പുള്ളി ഉദ്ദേശിച്ചത് എന്താണ്. അതായത് ആ മനുഷ്യനെ പുള്ളി കിട്ടണം, അവിടുന്ന് ബാക്ക്വേർഡ് ചിന്തിക്കാനാണ്. അപ്പം അത് അഭിനയിച്ചാലേ പുള്ളി കിട്ടുള്ളൂ. പിറ്റേ ദിവസം ആ സീൻ എടുത്തത്, അതായത് ആ കോൺഫറൻസ് ഹോളിൽ എല്ലാവരും ഇയാൾക്കെതിരെ തിരിയുന്ന ഒരു സീനുണ്ട്, ആ സീനാണ് എടുത്തത്. അപ്പോൾ കിട്ടിയപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അയാൾ കേരളത്തിൽ വലിയൊരു ബിസിനസ് ഫിഗർ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പം ആ ആസ്പെക്ട് പുള്ളി കിട്ടിയാൽ പുള്ളി ഓക്കെയാണ്. അപ്പം പിന്നെ ആക്ടർ പിടിച്ചോളൂ. അത് ആക്ടേഴ്സ് നമ്മളെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ അഗൈൻ വർഷത്തിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പുള്ളിയുടെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, മകൻ മരിച്ചതിന് ശേഷം ഉള്ള സ്റ്റേജ്. അപ്പോൾ അതിൽ ഇർഷാദും സുനിൽ സുഗതയൊക്കെ വന്നിരുന്നു, ആരും വാതിൽ ഉറക്കുന്നില്ല, പുള്ളി മരിച്ചു, ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ സംശയിച്ച് നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ പുറത്തിറങ്ങി വരുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പം ഇത് ഞാനും പുള്ളിയും കൂടെ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ്. അപ്പം നിങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് വർഷം. അപ്പോൾ പുള്ളി ഷൂട്ട് ഈ സീൻ എടുക്കാൻ വേണ്ടി ഞാൻ വന്ന് നിൽക്കുകയാണ്, ഈ ഷോട്ട് എടുക്കാൻ വേണ്ടി.
റെഡി ആയിട്ട് നിൽക്കണം. അപ്പം ഇതിന്റെ ബാക്ക്വേർഡാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി പോർഷൻസ് എടുത്തു കഴിഞ്ഞു, വയസ്സായ പോർഷൻസ് എടുത്തു കഴിഞ്ഞു. ഇനി ഈ പോർഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് എടുക്കാൻ പോകുന്നത്. ഇനി താടി പഠിച്ചിട്ട് വേണം ആദ്യത്തെ പോർഷൻ എടുക്കാൻ. ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഒരു വേണമെന്ന് എന്നിട്ട് വേണം എടുക്കാൻ. അപ്പം ഈ ആ എക്സ്പീരിയൻസ് ആക്ച്വലി എനിക്ക് സൂസു ഷൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സൂസു സെയിം പ്രോസസ്സിൽ എടുത്തു. ആദ്യം ഏറ്റവും വയസ്സായ സ്റ്റേജ് ആയിരുന്നു, പിന്നെ താടി വെച്ചിട്ട് പിന്നെ അവസാനം ഷേവ് ചെയ്തൊരു അവസ്ഥയിലാണ് എടുത്തത്. അപ്പോൾ ഇതിലെ സംഭവിച്ചതെന്ന് വെച്ചാൽ പുള്ളി വരുന്നില്ല ഷൂട്ട് ചെയ്യാൻ. പുള്ളി മനസ്സിലാവുന്നില്ല എന്താണ് പുള്ളി വരാത്തെന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം അപ്പം മമതയുടെ ഒരു ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് ഞാൻ പുള്ളിയുടെ കാരവനിൽ പോയി. അപ്പം പുള്ളി കോസ്റ്റ്യൂം ഒന്നും മാറിയില്ല, അങ്ങനെ ഇരിക്കും. എന്താ നമുക്ക് കോസ്റ്റ്യൂം ശരിയില്ല, കോസ്റ്റ്യൂം ശരിയില്ലെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ആ കോസ്റ്റ്യൂമിലാണ് ഇട്ടത്. നമ്മൾ റിവേഴ്സ് ഓർഡറിൽ ചിന്തിക്കുന്നത്. അതായത് വേണു എന്ന് പറയുന്ന ആള് പുറത്തുനിന്നേക്ക് പോകുന്ന ഇടുന്നൊരു കോസ്റ്റ്യൂം ഉണ്ടാവും, വീട്ടിലിടുമ്പോൾ ഒരു കോസ്റ്റ്യൂം ഉണ്ടാവും. വീട്ടിലിടുന്ന കോസ്റ്റ്യൂം തന്നെ ആയിരിക്കും ഈ പറഞ്ഞ ഷോട്ട് ഇടേണ്ടത്. അയാൾക്ക് മോൻ മരിച്ചിരിക്കുമ്പോൾ വേറെ പോയി ഡ്രസ്സ് കളിക്കാനൊന്നും പറ്റില്ലല്ലോ, മനസ്സിലായോ? അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ കോസ്റ്റ്യൂമിന്റെ പ്രോബ്ലം? അല്ലല്ല, നമ്മൾ അവസാനം ഷൂട്ട് ചെയ്തപ്പോൾ അയാൾ വെൽ ഡ്രസ്ഡ് ആണ്, വൈറ്റ് ആൻഡ് വൈറ്റിലോട്ടൊക്കെ മാറി ആ മാനസികമായിട്ട് ആ അവസ്ഥയിൽ എത്തിപ്പുള്ളൂ. അങ്ങനെയായിരുന്നു നമ്മൾ ട്രീറ്റ് ചെയ്തത്. ഏറ്റവും അവസാനം പുള്ളി വൈറ്റ് ആൻഡ് വൈറ്റ് മാത്രമാണ്. ആ സിനിമയിൽ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത് പുള്ളി വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് താടിയൊക്കെ നരപ്പിച്ച് ആ ഒരു ഗെറ്റപ്പാണ് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് താടി വെച്ചിട്ടുള്ള ആദ്യത്തെ ഷോട്ട് എടുക്കാൻ പോകുന്നത്, അതായത് കുറച്ച് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ലേറ്റ് 40s ഒരു വേണം. അപ്പം നരച്ചിട്ടൊന്നുമില്ല താടി. മോൻ മരിച്ചിട്ടുള്ള ആദ്യത്തെ ഷോട്ടാണ്, പുള്ളി എടുക്കാൻ പറ്റുന്നില്ല ഷോട്ട്. അപ്പം പുള്ളി പറഞ്ഞാൽ ഈ കോസ്റ്റ്യൂം ശരിയില്ല. അപ്പം ഞാൻ പറഞ്ഞു കോസ്റ്റ്യൂം ശരിയില്ലെന്ന് പറഞ്ഞാൽ ഇത് വേണു അതിന് മുമ്പത്തെ കോസ്റ്റ്യൂം എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് താടി ഷേവ് ചെയ്തിട്ട് ഇടാൻ വേണ്ട കോസ്റ്റ്യൂം ഉണ്ട്. അപ്പം ആ കോസ്റ്റ്യൂം തന്നെയല്ലേ അയാൾ ഇപ്പോൾ ഇടുക. കോസ്റ്റ്യൂം തന്നെയാണ് ഇടുക, പക്ഷെ ആളല്ലോ, ആള് മാറിപ്പോയില്ലേ. അപ്പം അത് ഇട്ട വർക്കാവില്ല. അപ്പം എന്താ വെച്ചാൽ ഇയാൾ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പം എനിക്ക് ഭയങ്കര ലൂസായിട്ടുള്ള ഷർട്ട് വേണം. മുണ്ട് ഉടുത്തത് അങ്ങനെയൊന്നും ആവില്ല ഉടുക്കുക, ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് ഒറ്റ മുണ്ടായിരിക്കും എടുക്കുക എന്ന് പറഞ്ഞ് നമ്മൾ വളരെ ലൂസായിട്ടുള്ള ഷർട്ട് എടുത്തു. പക്ഷെ എനിക്ക് ആ വ്യത്യാസം ആ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ എനിക്ക് കിട്ടി. എന്താണെന്ന് വെച്ചാൽ ആ ലൂസ് ഷർട്ട് ഇട്ട് കണ്ണൊക്കെ ഇങ്ങനെ വെച്ച് ആ ഒറ്റമുണ്ട് ഇങ്ങനെ ചുറ്റി നടന്നു വന്ന ആളെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യമുള്ള ആൾ എൻ്റെ മനസ്സിലുണ്ടല്ലോ, അതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആദ്യത്തെ ആൾ എൻ്റെ മനസ്സിലുണ്ടല്ലോ. ആളല്ല അത്, അല്ലെങ്കിൽ അവസാനം കണ്ട ആളല്ല അത് വേറൊരാളാണ്. അപ്പം അതൊരു ആക്ടറിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഒരു ആക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അത് അയാളുടെ എക്സ്പീരിയൻസ്, അത് എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം വേറൊരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇതേ സാധനം വേറൊരു അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ആക്ടറിൻ്റെ അടുത്ത് നമുക്കിത് പറഞ്ഞു കൊടുക്കാം. എങ്ങനെ കോസ്റ്റ്യൂംസ് മേക്സ് എൻ ആക്ടർ എന്നുള്ളതാണ്. കോസ്റ്റ്യൂം മേക്ക് എൻ ആക്ടർ എന്നുള്ളതല്ലേ, അത് സത്യമാണ്. ഒരു മോർ ദാൻ 50-60% അത് തന്നെയാണ്. അപ്പോൾ അതിന് വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നാൽ പിന്നെ പോയി, പിന്നെ അതിനോട് നമുക്ക് എമ്പതി കിട്ടില്ല ആ സാധനം. അപ്പോൾ അങ്ങനെയുണ്ട്. ഇപ്പം മോളി ആൻറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇട്ടപ്പോൾ തന്നെ രേവതിനോട് പറഞ്ഞു ഇത് ഇങ്ങനെയായിരിക്കും ഡ്രസ്സ് ചെയ്യുക. അവർ നീ ഭയങ്കര ഇഷ്ടമായി പറഞ്ഞപ്പോൾ. എന്താ വെച്ചാൽ ഒരു മുടിയൊക്കെ ബോബ് ചെയ്ത് ജീൻസും അങ്ങനത്തെ ഷർട്ട് സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൗതുകമല്ലേ. പക്ഷെ അവരങ്ങനെയാണ്. അപ്പം ആക്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ. ഫോർ ദാറ്റ് യു നീഡ് ആക്ടേഴ്സ്. പക്ഷെ മറ്റത് ഒരു ഭയങ്കര പ്രിവിലേജ് ആണ് ദാറ്റ് ഇഫ് യു ഗെറ്റ് ടു ഷൂട്ട് ഫിലിംസ് ഇൻ ഓർഡർ. ദാറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ സ്ക്രീൻ പ്ലേ. എനിക്ക് തോന്നുന്നു ഓർഡറിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് തൊണ്ടുപോലും ദൃസാക്ഷി. അതിൻ്റെ ഭയങ്കര ഗുണം ആ സിനിമയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമ. അതിൽ എനിക്കൊരു എക്സ്റേ എടുക്കുന്ന ഒരു ഷോട്ടുണ്ട്, അതുപോലും ഏതൊരു ആക്ടറോട് വെച്ച് എടുക്കുകയുള്ളൂ. അതുപോലും ആ ഓർഡറിൽ വീണ്ടും രണ്ടാമത് എടുത്തു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ആക്ടേഴ്സിന് ഗെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യ സിനിമയിൽ നമുക്ക് ആക്ടേഴ്സിന് ഡേറ്റ്സും പ്രശ്നമില്ല, ബഡ്ജറ്റ് വൈസും പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതൊരു ഭയങ്കര ലക്ഷറിയാണ്. എനിക്ക് ആ ലക്ഷറി കിട്ടിയിട്ടില്ല ഇതുവരെ. സോ എനിക്കെപ്പോഴും അതിൻ്റെ ഒരു മിക്കവാറും സിനിമ അങ്ങനെ കേട്ടോ, അത് വളരെ അപൂർവമാണ് നമുക്ക് അങ്ങനെ ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുക. സിനിമയുടെ ഒരു പരിമിതി ഉണ്ട്. പക്ഷെ നമ്മുടെ ആക്ടേഴ്സ് അതിന് എക്സ്പീരിയൻസ് കൊണ്ട് മറികടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ സാർ. അപ്പം അതുപോലെ തന്നെയാണ് സിനിമയുടെ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സിനിമയുടെ മൂഡ് നമുക്ക് ആ ലൈറ്റിംഗിൽ അറിയാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു സിനിമയുടെ ലൈറ്റിംഗിന്റെ കാര്യത്തിൽ സാർ എത്രത്തോളം ഇടപെടാറുണ്ട്? ഇപ്പോൾ സംവിധായകൻ ഒരു ഛായാഗ്രഹമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ലൈറ്റിംഗ് പാറ്റേൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. സാറിന്റെ സിനിമകളിൽ എങ്ങനെയാണ് ലൈറ്റിംഗ് തീരുമാനിക്കപ്പെടുന്നത്? സാർ അത് അതിനകത്ത് അധികം ഇടപെടാറുണ്ടോ? അതിനെ പറ്റിയിട്ടൊന്ന് പറയുമോ, ലൈറ്റിങ്ങിനെ പറ്റിയിട്ട് സാറിന്റെ സിനിമകൾ? ലൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ലൈറ്റിങ്ങിന്റെ ABCD എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ മനസ്സിലായില്ലോ കാര്യം. ഞാൻ അഗെയിൻ ഒരു വർഷത്തിൽ തന്നെ എക്സ്പീരിയൻസ് പറയാം. എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാനാണ് ഐ വാസ് എക്സിക്യൂട്ടിങ് ദ പ്രൊഡക്ഷൻ, ഐ വാസ് ഡയറക്ടിങ്, ഐ വാസ് റൈറ്റിംഗ്. ഞാൻ മമ്മൂക്കും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മമ്മൂക്ക ഒരു ഷോട്ടിൽ ഒരു എടുത്തു കഴിഞ്ഞപ്പം നമുക്ക് പല രീതിയിൽ ചെയ്യാം.
ഒരു സീൻ. ഒരു ക്യാമറമാനെ നമുക്ക് തിരക്ക് കൂട്ടാം, അതായത് പെട്ടെന്ന് ഞാൻ എന്ന് പറയാം. അപ്പം ചില ക്യാമറമാർക്ക് ദേഷ്യം വരും, ചിലർ വലിയൊരു താരമൊക്കെ പറയുമ്പോൾ അതിൽ ഓക്കെ പെട്ടെന്ന് ചെയ്യും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ സെറ്റിൽ എനിക്ക് കൺട്രോളില്ലാത്തൊരൊറ്റ വിഷയമേ ഉള്ളൂ. അത് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ എഴുത്തിലാണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും ആർട്ടാണെങ്കിലും എല്ലാത്തിനും എനിക്കൊരു കൺട്രോൾ ഉണ്ട്. എനിക്ക് ABCD അറിയാത്തൊരു പരിപാടിയാണ് ലൈറ്റ്. അപ്പം നമുക്കൊരു ഷോട്ട് കണ്ടാൽ പറയാം അത് ഈ ഇത്ര റേഞ്ച് വേണ്ട. ഇപ്പം നിങ്ങളുടെ ക്ലോസപ്പ് കാണുമ്പോൾ എനിക്ക് പറയാം ഈ ക്ലോസപ്പ് വേണ്ട, എനിക്ക് കുറച്ചുകൂടി വലിയ റേഞ്ച് വേണം പറയാം. പക്ഷേ ഈ ലൈറ്റപ്പിനെ കുറിച്ചൊക്കെ നോളജുള്ള ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, അത് ഭയങ്കര നല്ലതാണ്. എനിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഐ ഡിപ്പെൻഡ് ഓൺ എ ഗുഡ് ക്യാമറമാൻ ഫോർ ദാറ്റ്. അപ്പോൾ ആ ക്യാമറാമാൻ്റെ സിങ്ക് അതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഉദാഹരണം, ഞാൻ രാമൻ്റെ ഏന്തോട്ടം എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് ക്യാമറാമാനോട് ഡിസ്കസ് ചെയ്തു. എനിക്കത് ഭയങ്കര ക്യാമറമാനെ ഫിക്സ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാമറമാനോട് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് ആ കാടും ആ നഗരമൊക്കെ അതിലൊരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് വിഷ്വൽ. അപ്പം പല ക്യാമറമാനോട് ഡിസ്കസ് എനിക്കതിൽ ആ സിനിമ ചെയ്തപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. എനിക്ക് ബഡ്ജറ്റൊന്നും വിഷയമില്ല, അപ്പോൾ ഏത് ക്യാമറമാനെ ചൂസ് ചെയ്യാം, അങ്ങനെയുള്ള ലിമിറ്റേഷൻ ഒന്നും ഇല്ല എന്നൊക്കെയാണ് ക്യാമറമാനോട് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് വലിയ ക്യാമറമാനോട്, എല്ലാവരും നല്ല ക്യാമറമാന്മാരാണ്. ഹൂ ഈസ് ബെറ്റർ ഫോർ എ ഫിലിം എന്നുള്ളതാണ്. ഹൂ അണ്ടർസ്റ്റാൻഡ്സ് മൈ കോൺസെപ്റ്റ് ഓഫ് എ ഫിലിം, ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫിലിം. അയാൾ തന്നെ മറ്റൊരു സിനിമയ്ക്ക് കറക്റ്റ് അല്ലാതാവാം, കറക്റ്റും ആവാം, അങ്ങനെയാണ്. അപ്പം രാമൻ്റെ തോട്ടത്തിൽ ഞാൻ ഒരുപാട് വലിയ ക്യാമറമാനോട് ഡിസ്കസ് ചെയ്തു. പലരും വലിയ ക്യാമറകൾ, വലിയ സംവിധാനങ്ങൾ ഇതൊക്കെ ആവശ്യപ്പെട്ടു. അതൊക്കെ നമുക്ക് ബഡ്ജറ്റ് വൈസ് പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി അതൊന്നും അല്ല, എനിക്ക് കണക്റ്റ് ആവുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന വിഷ്വൽ അവർക്ക് കിട്ടുന്നില്ല. കാരണം കുറേ ഷോർട്ട്സ് എടുത്ത് വെക്കുക എന്നുള്ളതല്ല സിനിമയുടെ ആവശ്യം. അങ്ങനെയാണ് ഞാൻ മധു നീലകണ്ഠനായിട്ട് സംസാരിക്കുന്നത്. അപ്പം മധു നീലകണ്ഠനായിട്ട് സംസാരിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മധു എന്നോട് പറഞ്ഞത്, എനിക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ ഒരു റെഡ് ക്യാമറയാണ് വേണ്ടത്. നമ്മൾ റെഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല ക്യാമറ അലക്സ എനിക്ക് വേണ്ട. കാര്യം അലക്സ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റില്ല. ഇത് ബേസിക്കലി ഐ എം ട്രാക്കിംഗ് ദർ ഇമോഷൻസ്. സോ എനിക്ക് എൻ്റെ കയ്യിൽ തന്നെ വേണം ക്യാമറ ഭൂരിപക്ഷം. ഭംഗിയുള്ള ഷോട്ട് നമുക്ക് 2 ഷോട്ട് കഴിഞ്ഞില്ല, അതല്ലോ അതിൻ്റെ വിഷയം. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ആൾക്കാർ സിനിമ കിട്ടിയെന്ന് മനസ്സിലായി. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫിലിം, വാട്ട് ഐ എം ട്രൈങ് ടു ഡു എന്ന് പറയുന്ന സാധനമല്ലേ. അപ്പം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എത്ര പേര് കാണും ഇഷ്ടപ്പെടുന്നുള്ളതല്ല, ഇത് ആർക്കെങ്കിലും എവിടെയെങ്കിലും കൊള്ളും, നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച പുള്ളി കറക്റ്റായിട്ട് കിട്ടിയെന്ന് മനസ്സിലായി. ദെൻ ഹി വിൽ ഡു ഇറ്റ്. അപ്പോൾ അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്താൽ മതി. ഈ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ ആസ്പെക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ വിഷ്ണു നമ്പൂതിരിയുടെ കൂടെയാണ് പുണ്യാളൻ 2 എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. ആ സിനിമയുടെ കഥ, പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റിൻ്റെ കഥ ഞാൻ വിഷ്ണുവിൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട്, മിക്കവാറും മധുവും ഫ്ലാറ്റിൽ വെച്ച് നമ്മൾ സംസാരിച്ച്, വിഷ്ണു ഞാൻ ഫ്ലാറ്റിൽ വന്ന് പറഞ്ഞപ്പോൾ കഥ കേട്ടിട്ട് വിഷ്ണുവിനോട് പറഞ്ഞ ഒറ്റ കാര്യം ഉള്ളതെന്ന് വെച്ചാൽ, ചേട്ടാ സീസൺ ടിക്കറ്റിന് അല്ല പ്ലാറ്റ്ഫോം ടിക്കറ്റിന് 2 രൂപയല്ല കേട്ടോ, ഇപ്പോൾ 7 രൂപയാണ് എന്നാണ് പുള്ളിയോട് ആദ്യം പറഞ്ഞത്. അപ്പം എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നി ഈ സിനിമയ്ക്ക് പറ്റിയ ആളാണ്. കാരണം ആൾക്കാർ അറിയാം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു സോഷ്യലായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം അതിലൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ആ സിനിമയിൽ. അപ്പം ഈ ബോധം ആവശ്യമാണ്. ആ സിനിമ ഉണ്ടാക്കുമ്പോൾ ആ ബോധമുള്ള ഒരു ക്യാമറമാൻ ആവശ്യമാണ്. വാട്ട് ആർ വി ട്രൈങ് ടു ഡു എന്ന് പറയില്ലേ. ഇപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടിയാൽ മാത്രമേ എന്താണ് ആ ഒരു സാധനം നമുക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സിനിമയിൽ അവർ വിശ്വസിക്കുകയും കൂടെ വേണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജോലി പോലെ നമുക്ക് ചെയ്യാം, അതല്ലാതെ ആ സിനിമ അവർ വിശ്വസിക്കണം. അവരും ചിലരത് വിശ്വസിച്ചു എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കും, ചിലപ്പോൾ അത് അത്രയാൻ വരില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാം പലപ്പോഴും. പക്ഷേ കുറേയൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാകും കണ്ടെത്താൻ പറ്റുന്നു. അപ്പം ആ വിശ്വാസം ഇമ്പോർട്ടൻ്റ് ആണ്. ആ സംസാരത്തിൽ അത് മനസ്സിലാവുമ്പോൾ അറിയാം, അയാൾക്കറിയാം. പിന്നെ എന്നെ ഒരു സാധനത്തിൽ കറക്റ്റ് ചെയ്യാൻ അയാൾക്ക് പറ്റുമെന്ന് എനിക്കറിയാം. ഞാൻ അതാ നോക്കുന്നത്. ഐ എം ലുക്കിംഗ് ഫോർ കറക്ഷൻ ഫ്രം എ ക്യാമറമാൻ, ഈവൻ ഇൻ ടേംസ് ഓഫ് സ്ക്രിപ്റ്റിംഗ്. ഒരു ഡയലോഗ് എഴുതുമ്പോൾ ഇത് ഈ ഡയലോഗ് കറക്റ്റ് അല്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ല നടക്കുന്നത് എന്ന് പറയാനുള്ളൊരു ബോധം പുണ്യാളൻ 2 ചെയ്യുന്ന ക്യാമറമാൻ ആവശ്യമാണ്. രാമൻ ചെയ്യുന്ന കൊടുക്കുന്ന ക്യാമറമാൻ മറ്റൊരു സാധനമാണ് ആവശ്യം. ലൈറ്റിനെ കുറിച്ച് എനിക്ക് ABCD അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അതിൻ്റെ ബേസിക് കാരണം എന്താ വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചതാണ്. എനിക്കിപ്പോഴും ഒരു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എനിക്കറിയില്ല ക്യാമറയുടെ. ഞാൻ ലുക്കിനെ കുറിച്ച് ഞാൻ ബോധമില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു അസോസിയേറ്റിനെ
ഒരു ക്യാമറാമാനൊക്കെ അതൊക്കെ നോക്കാൻ അതും കൂടിയാണ് അവർ നോക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ആ ലൊക്കേഷൻ കറക്റ്റാണ്, ആ ലൊക്കേഷനിൽ അവർ ലുക്ക് കറക്റ്റാണ്, ആ ലുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തെറ്റായ ലുക്കിൽ വന്നിട്ട്, അതായത് അവരുടെ മേക്കപ്പ്, അവരുടെ കോസ്റ്റ്യൂം കറക്റ്റാണ്, അവിടുത്തെ ആർട്ട് പ്രോപ്പർട്ടി കറക്റ്റാണ്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവുന്നുണ്ട്, ഇതിനുശേഷം അവരുടെ അഭിനയം കറക്റ്റാണ്, ആ ഷോട്ട് ഈ ക്യാരക്ടറായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങൾ ഒരാൾക്ക് നോക്കുക എന്ന് പറഞ്ഞ ഒരുപാട് ജോലിയാണ്. ഇത്രയുമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. ഇതിന്റെ പ്രൊഡക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതൊരു ഇടപെടാറില്ല. അതൊക്കെ നോക്കാൻ ആൾക്കാരുണ്ട്, ഒരു വഴി നടന്നു പോകുന്നത്. ഞാൻ സിനിമ ഷൂട്ടിങ് ബേസിക്കലി നോക്കുന്നത് ഇത്രയും സാധനങ്ങളാണ്. അപ്പൊ ആ ലുക്ക് ശരിയെന്ന് പറഞ്ഞാൽ അത് നോക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഞാൻ ആദ്യം പറയും, ആക്ടേഴ്സും ഇവരൊക്കെ തന്നെ നോക്കിയില്ല അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇതിനെ കുറിച്ചോ അതിന്റെ ടെക്നിക്കാലിറ്റിനെ കുറിച്ചോ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളാണ്, ഞാൻ എപ്പോഴും ഒരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ല എന്ന് വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടുതൽ ടെക്നീഷ്യൻസിനെ കൊണ്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൺവിൻസ് ചെയ്യണം അവർ. അതാണ് എൻ്റെ പ്രോബ്ലം. എന്നെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ വേണമെന്ന് പറയുമ്പോൾ അല്ല അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നെ അത് കൺവിൻസ് ചെയ്യണം. കൺവിൻസ് ചെയ്യൽ ഇങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. അത് ആര് ഷൂട്ട് ചെയ്താലും ആര് അഭിനയിച്ചാലും അങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ആ കൺവിൻസ് ചെയ്യാനുള്ള സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ക്രിയേറ്റീവ് ആണെന്നാണ്, ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അവിടെ ഈഗോ വരേണ്ട ആവശ്യമില്ല. ആർക്കും പറയാം അത് അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. ഔട്ട്പുട്ട് പലപ്പോഴും നന്നാവാറുണ്ട്, ചിലപ്പോൾ നന്നാവില്ല. ബട്ട് ദെൻ ഐ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. അത് ചിലപ്പോൾ ഉറക്കാവും, ചിലപ്പോൾ ഉറക്കാവില്ല എന്നുള്ളത്. അപ്പോൾ ലൈറ്റിങ്ങിനെ കുറിച്ചൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നും ഞാനൊരു സിനിമോഗ്രാഫർ ആയിരുന്നെങ്കിൽ എന്തിനു നന്നായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഷൂട്ട് ചെയ്യായിരുന്നു. എനിക്ക് അറിയില്ലല്ലോ ഈ പരിപാടി. അപ്പം ഞാനിപ്പോൾ വളരെ ഫേമസ് ആയ സിനിമാറ്റോഗ്രാഫർ പറയും അവരിപ്പോൾ അല്ലെങ്കിൽ ഒരു റൈറ്റർ ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. കാരണം അവർക്ക് ഏറ്റവും വലിയ പ്രോബ്ലം സ്ക്രിപ്റ്റിൽ, അപ്പം എല്ലാം കൂടി ഒരാൾക്കാവാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സോ നമുക്ക് എന്താണോ അതിൽ പറ്റുന്നത്, എനിക്ക് പറ്റുന്ന ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ആ ക്യാരക്ടർ ബിൽഡപ്പ് അതൊക്കെ നോക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ആഗ്രഹങ്ങൾ പറയാറുണ്ട് ഈ ക്യാരക്ടറിനോട്, ഈ സിനിമാറ്റോഗ്രാഫറിനോട്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ലുക്ക്, ഒരു ഓവറോൾ ലുക്ക് ആൻഡ് യു ഹാവ് ടു ഗീവ് മി ദാറ്റ്. ഒരു എഡിറ്ററോടും പറയാറുണ്ട് ഇങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അൾട്ടിമേറ്റ്ലി. അതിനകത്ത് അവരുടെ കോൺട്രിബ്യൂഷൻസും ഡെഫിനറ്റ്ലി വരും. അത് വന്നിട്ട് അല്ലെങ്കിൽ എപ്പോഴും വൺ ഡയമെൻഷനായി പോകും സിനിമ. ഇപ്പം ഞാൻ പാസഞ്ചർ ഷൂട്ട് ചെയ്തിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് മാനും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു. അവരിപ്പം 10-70 സിനിമയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്കത് ആദ്യത്തെ അനുഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്താണ് ആദ്യത്തെ അനുഭവം? ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ അവരോട് ചോദിക്കുന്നത്, അതായത് ഈ ക്യാരക്ടറിന് എന്ത് ടൈപ്പ് ഡ്രസ് ഇട്ട് നന്നാവും, അത് എന്ത് ടൈപ്പ് മേക്കപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ അവരോട് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബ്ലൂ കളർ ജീൻസും വൈറ്റും എടുക്കും, മറ്റേ എടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി എളുപ്പമായിരുന്നു. ഇതിപ്പം ഞാൻ അവർക്ക് ഒരു ഉത്തരവാദിത്തം കൊടുക്കുകയാണ്. അവർക്ക് ഫ്രഷ് എക്സ്പീരിയൻസ്. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ല. ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ഇൻ കോസ്റ്റ്യൂം, ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ഇൻ മേക്കപ്പ്, ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ഇൻ സിനിമോഗ്രാഫി, ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ഇൻ എനിത്തിങ്. അപ്പം ഞാൻ ഇവരെ പ്രൊഫഷണലി ആൾക്കാരെ വെക്കുന്നത് അവർ സർവീസസ് യൂസ് ചെയ്യാനാണ്. ഞാൻ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം അവർ പിന്നെ ചിന്തിച്ച് ദേ ഹാവ് ടു കം ഔട്ട് വിത്ത് എ സൊല്യൂഷൻ. അപ്പം ഞാൻ അങ്ങനെ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരാളാണ്. അങ്ങനെ എടുത്ത് എല്ലാവരും കോൺട്രിബ്യൂഷൻ വരുമ്പോഴാണ് അതൊരു നല്ല സിനിമയാവുന്നത്. എൻ്റെ സിനിമ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. അതായത് ഇപ്പോൾ നമ്മൾ എൻ്റെ പല സിനിമയുടെയും സൗണ്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റിൻ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാഹുബലിയും പത്മാവതൊക്കെ ചെയ്തിട്ടുള്ള ഇന്ത്യയിലത്തെ ഏറ്റവും ഇന്റർനാഷണൽ വലിയ സിനിമ ചെയ്യുന്ന ജസ്റ്റിനാണ്. അപ്പോൾ ജസ്റ്റിനോട് ഞാൻ സംസാരിക്കും, ജസ്റ്റിൻ പറയാറുള്ളത് സൗണ്ട് കൊണ്ട് നമുക്കൊരു സിനിമയെ രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല. യു കൻ എൻഹാൻസ് എൻ എക്സ്പീരിയൻസ്. അതായത് ഡബിൾ പോസിറ്റീവ് വർക്കാവാത്തൊരു സിനിമയാണ്. നമുക്ക് മ്യൂസിക് ഇട്ടിട്ടോ സൗണ്ട് കൊണ്ടോ രക്ഷപ്പെടുത്താൻ പറ്റില്ല. പുണ്യാള നഗരപത്തിൽ ഡബിൾ പോസിറ്റീവ് കൊണ്ട് ആൾക്കാർ ചിരിക്കണം, മ്യൂസിക് കൊണ്ട് ചിരിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും 10 വർഷം ഒരു സിനിമയെന്നു പല സ്ഥലത്തും പോയി ആൾക്കാരെ കാണില്ല. അപ്പോൾ എന്നോട് എല്ലാവരും പറയും ഇവനെ വെച്ചൊരു സിനിമ ചെയ്തു, ഇത് അടിപൊളിയാണ്. ഓക്കെ, ഞാൻ 6 മാസം വീണ്ടും ആ സ്ഥലത്ത് വീണ്ടും വേറെ സ്ഥലത്ത് ഇതേ ആളെ കാണുമ്പോൾ പറയും ദാറ്റ് ഈസ് ഓഡിയൻസ്. അപ്പൊ ഇയാളുടെ മാനസികാവസ്ഥ, ഈ പെർട്ടിക്കുലർ പറഞ്ഞ ആളുടെ മാനസികാവസ്ഥ നോക്കൂ. അയാൾ അറിഞ്ഞു ഒന്നാണ്, പക്ഷെ അയാളെ ആൾക്കാരെ ഇങ്ങനെ നോക്കിക്കാണും. വി ആർ ഓൾ ജഡ്ജ്ഡ് ബൈ ദ പീപ്പിൾ.